അപ്പൊ ഞങ്ങളെല്ലാരും മണിക്കൂറത്തെ യാത്ര മലയ്ക്ക് പോവാണ് കേട്ടോ. കണ്ണിക്കട എങ്ങനെ ഉണ്ടടി, നടക്കാൻ കഴിയുന്നുണ്ടോ? മല കാണണ്ട പൂതി, മല കണ്ട പൂതി മാറിയോ അക്കുവോ? അക്കുവോ മല കണ്ട പൂതി മാറിയോ? എന്താ കയ്യില് എന്ത് കുഴമ്പ് കഴിക്കാനാ? ആ വെട്ടാൻ പോണ അങ്ങനെയൊക്കെ തന്നെയാണ് ഞമ്മക്കൊക്കെ കഞ്ഞിയും ചോറൊക്കെ കൊണ്ടുതരുന്നതേ അച്ഛന്മാരൊക്കെ. ആവൂ എന്തൊരു കുഴക്ക്. ആവു ഉണ്ടാക്കുവോ? വേണ്ടേന്നില്ലല്ലേ? എങ്ങനെ ഉണ്ടാക്കുവോ? കുഞ്ഞുഞ്ഞൊക്കെ അവിടെ എത്തിട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ എത്തി. അമ്മ എന്തേ മലയ്ക്ക് പോണ പൂതി മാറിയോ? മാറി. അപ്പൊ ഞങ്ങൾക്ക് തുണക്കി വന്നതാണ് കേട്ടത് കുഞ്ഞൂഞ്ഞ്, ഹരിക്കുട്ടൻ കുഞ്ഞൂഞ്ഞ്. അപ്പൊ ഇവരൊക്കെയാണ് ഞങ്ങൾക്ക് തുണക്കി വന്നത്. ഇവരൊക്കെ മലയിൽ പോവാൻ ആഗ്രഹത്തിൽ ഓടി വന്നതാണ്. ഞങ്ങൾ ആ മലയാണ് ഇപ്പോൾ കയറി വന്നത്. ഇനി കണ്ട് മല കയറാനാണ്. കാണണ്ടോ? ഇത്രയും ദൂരത്തിലില്ല മലയാണ് ഞങ്ങൾ കയറി വന്നതിപ്പോ. ആ കുട്ടിയെ അടക്കടി, ഞാനുണ്ട്. ഓ എന്റെ മോളെ, ഓരൊക്കെ എവിടെ കുത്തിരിക്കണേ? മലയുടെ ഒരു പകുതി കട്ടായിട്ടുള്ളൂ, ഇനിയും പകുതി അങ്ങോട്ട് പോവാൻ. എന്ത്? നമ്മള് മലേന്റെ ഒരു പകുതി എത്തിയിട്ടുള്ളൂ, ഇനി നമ്മള് മലേന്റെ പകുതി ഇങ്ങനെ എത്താൻ കിടക്കും. കാടിന്റെ വള്ളി കണ്ടോ? ഞാനോ എന്താ കുഞ്ഞുഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു വിട്ടോ. ഇവിടെ തന്നെ പെരുമ്പാമ്പും പന്നിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാണ്ട് ഓ മുന്നിലെത്തിക്കണ്. അമ്മ പോരി. 5 മിനിറ്റ് പോരി പോരി. പകുതി എത്തിയിട്ടുള്ളൂ, ഞാൻ പകുതിയാണ് നടക്കാനാണോ? മല കയറിന്റെ പൂതി മാറിയോ എല്ലാവർക്കും? മാറിയിട്ടില്ല, നല്ല അടിപൊളിയാണ് കയറി കഴിഞ്ഞാ പിന്നെ. അപ്പൊ കൂട്ടുകാരെ എവിടെ? അപ്പോ ഞങ്ങളിതാ മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റബ്ബർ തോട്ടൊക്കെ കഴിഞ്ഞു. പാറേന്റെ മുകളിൽ കൂടെ ഞങ്ങൾ ആഞ്ഞു പിടിച്ച് കയറുകയാണ് ഗേൾസ്. അപ്പോൾ ഞങ്ങളിതാ റബ്ബർ തോട്ടൊക്കെ കഴിഞ്ഞ് മല കയറാൻ തുടങ്ങി. പാറേന്റെ മുകളിൽ കൂടെ കെട്ടിപ്പിടിച്ച് കയറുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ടാറ്റ. ആ ഹലോ കൂട്ടുകാരെ, അപ്പൊ കണ്ടോ എല്ലാരും ഓരോ മരത്തിന്മേൽ തടഞ്ഞിരിക്കുകയാണ് കേട്ടോ. കയറാൻ വയ്യ, അക്കൊക്കെ പറ്റ കുഴങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞമ്മക്ക് മുകളിലോട്ട് പിന്നെയും കയറുക, കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ കേറാം. കണ്ടോ അക്കൊക്കെ ഇതാ ഇങ്ങനെ നൊയഞ്ഞു കയറ്റാണ് കേട്ടോ, നടക്കാൻ വയ്യ. അപ്പോ ആ കുട്ടിയെ ആ ഓരക്കാക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടോ, എന്താ കാട്ടിന്റെ അറിയില്ല. അപ്പൊ കണ്ടോ ഞങ്ങൾ കാടിന്റെ ഏകദേശം നടുക്കെത്തി തുടങ്ങിയെന്നാണ് അവൻ പറഞ്ഞത്. അവനെ ഇതിലേക്ക് ഇങ്ങോട്ട് കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോ നോക്കേ ഞങ്ങൾ ഇനിയും കേറട്ടെ. കണ്ടോട്ടോ ഒക്കെ പേടിയാണ്, അക്കുഞ്ഞ് ആകെ പേടിയിട്ട്. പിന്നെ ഏതായാലും കുഞ്ഞുഞ്ഞ് പിടിച്ച് കയറ്റുന്നുണ്ട് കൂട്ടുകാരെ. മറ്റവരൊക്കെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനിയും കുറച്ചും കൂടി മുകളിലെത്താണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ കണ്ടോ കൂട്ടുകാരെ, ഇതാണ് കേട്ടോ ഞങ്ങൾ ഇതിന്റെ മുകളിൽ. അപ്പൊ താഴെ കാണാണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല വൈബാണ് കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോ കൊടുത്ത് അടിപൊളിയാണ് കേട്ടോ. ഇവൻ ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞപ്പോ ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. മുകളിൽ ഇത്ര വീടിന്റെ അടുത്താണെങ്കിലും ഇങ്ങനെ മാലേന്റെ മുകളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാ പറഞ്ഞപ്പോ ആദ്യം മടിച്ചു, പക്ഷെ ഇപ്പൊ അടിപൊളിയാണ് കേട്ടോ. ഉള്ളു കേറി പോന്നപ്പോഴൊക്കെ ഭയങ്കര ഇടങ്ങേറായിരുന്നു. പക്ഷെ ഇതിന്റെ മുകളിലെത്തിയപ്പോ അടിപൊളിയാണ് കേട്ടോ സ്ഥലമൊക്കെ. സൂപ്പർ സൂപ്പർ. എടി മെല്ലെ മെല്ലെ പോട്ടോ, കുഞ്ഞുഞ്ഞു പറയുന്ന സ്ഥലത്ത് കൂടെ തന്നെ പോട്ടോ.
ഇതിന്റെ മുകളിലൊക്കെയാണ് അത്ര ഏതൊക്കെ പാറകളൊക്കെ ഉണ്ട്. അപ്പോ ഞങ്ങൾ കേറിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. നല്ല മഴയൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ എളുപ്പം കേറുകയാണ് കേട്ടോ. അവിടെ നിക്കി, മെല്ലെ മെല്ലെ വീഴാതെ പോയിട്ടോ. അപ്പൊ ഞങ്ങൾ പാറേന്റെ കുറേ പാറകൾ കേട്ടോ അതിന്റെ ഉള്ളിലെത്തിട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. ഇവിടെ എത്തിയപ്പോ കേറിയപ്പോ ഭയങ്കര ഇന്നൊക്കെ ചീത്ത പറഞ്ഞു വരുമായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോ അടിപൊളിയാക്കിട്ടോ. അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അയ്യോ ഭഗവാനേ, ഇനി ഇങ്ങനെ കേറി വരുന്നല്ലോ. ഏതായാലും ഇവിടെ എത്തിയപ്പോ നല്ല കാറ്റൊക്കെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. അവിടെ നിക്കടാ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി കഴിഞ്ഞു. ഇന്ന് വരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് മേള് കയറില്ല നീ. ഇത്രയും ദൂരം ഇങ്ങനെ കേറി വന്നത് ഇത് കാണാനാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. താഴ്ത്തിക്ക് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് വരെ ഈ ഒരു സംഭവം കണ്ടില്ല. അപ്പൊ കാണാന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ ഒരു കുന്നുണ്ട് മലയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കേറി പോകണം. അപ്പൊ കേറിയപ്പോ ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ അടിപൊളിയായിട്ട് കേട്ടോ. ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. എന്തൊരു ഭംഗിയേറെ കാണാനും. ഇവിടെ ഇവിടെ നാളെ പോവല്ലേ. എടാ നമ്മളെ ഇവിടുന്ന് വരുന്നേ, താഴത്തെ ഇവിടുന്ന. അക്കോ നോക്കടി, അങ്ങോട്ട് നോക്ക, അങ്ങോട്ട് നോക്ക. എന്തല്ലാത്ത ഇത് കാണാനാണ് കേട്ടോ ഞങ്ങള് വന്നത്. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങള് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് ഇതിലെങ്ങനെ വന്നത്. അപ്പൊ ഞാൻ ആ കുട്ടിക്കേറ്റി ബസ്സിനൊക്കെ കൊണ്ടുവന്നേ. ഹായ് ഗായ്സ്, ഞങ്ങൾ ഇവിടെ മലയിലാണ്. കൊറേ നേരം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ പെയ്യുണ്ട് തോന്നുന്നു. അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ എങ്ങനെയുണ്ട് വൈബ്? അടിപൊളിയല്ലേ? ഇവിടെ അടിപൊളിയല്ലേ? നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പൊ പരിയങ്ങാട് ചെക്കുകൊട്ടുംപാട് പരിയങ്ങാട്. അപ്പൊ ഇങ്ങനെ ഒരു മല ഉണ്ട്. എടാ ഇറങ്ങിയാലെന്നാ. അപ്പൊ കൂട്ടുകാരെ കുറച്ച് പാട്ട് കൂട്ടാനൊക്കെ കൊണ്ടുവന്നിട്ടോ. കുട്ടികൾക്ക് വിശക്കും. അപ്പൊ എന്താ വെച്ചാല് ഇവരിങ്ങോട്ട് കേറിയതല്ലേ, അപ്പൊ നല്ല വിശപ്പുണ്ടാവും. അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ വെള്ളം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കടുകൂട്ടാൻ ഇഷ്ടമുള്ളത് കുട്ടികൾ എല്ലാരും തിന്നോളൂ തിന്നോളൂ. ഇങ്ങനെ ഓർമ്മ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് തെറ്റി നിക്കുന്നുണ്ട് ഗൈസ്. എല്ലാരും ഇങ്ങനെയാണ് കേട്ടോ. കൂട്ടുകാരെ കണ്ടോളൂ കണ്ടോളൂ, അടിപൊളിയാണ്. കണ്ടോളൂ. ഞങ്ങൾ ഇത്രയും കേറി വന്നേന് കാര്യം ഉണ്ടായിട്ടോ. ഒരു ഊട്ടിയിലൊക്കെ വന്നൊരു ആ ഒരു വൈബാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അടിപൊളിയാണ്. പോവാൻ തന്നെ പറ്റില്ല, അത്ര നല്ല തണുപ്പുണ്ട്. പിന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. നമുക്കൊരു മനസ്സിലുണ്ടാവും ഊട്ടി പോണത്ര ഒരു അതിനോടും വൈബാടി. ആ വന്നപ്പോ വരുന്നൊന്നേന്നില്ല കേട്ടോ പറഞ്ഞേ. ഇപ്പൊ അതാക്കണ് പോണ്ടാന്നാണ്. ഇപ്പൊ എല്ലാരും പോണ്ടാന്നാ പറയണത് കേട്ടോ. ഇവിടുത്തെ ഇത് കണ്ടിട്ട്. ചിക്കു എങ്ങനെയുണ്ട്? പൊളിയല്ലേ? സൂപ്പർ. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടായിട്ടുണ്ട്. അപ്പൊ കണ്ടോളൂ കേട്ടോ. ആണോ? അപ്പൊ കറികളാണ് കേട്ടത്. കളയാൻ പാടില്ല. നല്ല ഇടിയുമായ വേനുണ്ടല്ലോ. നല്ല രസല്ലേ? കറി രസല്ലേ? അപ്പൊ അടിപൊളിയായിട്ടുണ്ടോ? ഒന്നേന് മുതലായിട്ടുണ്ട് ഞങ്ങള്. സൂപ്പറായി. രസല്ലേ? കറി രസല്ലേ? അപ്പോ കൂട്ടാനൊക്കെ ഏകദേശം കാലിയായിട്ടോ. ഓർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. കൂട്ടാനൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും. പിന്നെ അതുമല്ല ഇവിടെ ഇരുന്ന് കഴിക്കല്ലേ, സൂപ്പറാണ് കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. കൊണ്ടുവന്നത് ഭാഗ്യമുണ്ട്. അപ്പൊ എല്ലാരും പാത്രം കാലിയാക്കി കേട്ടോ. ഇഷ്ടമായിട്ടോ കുട്ടികൾക്കൊക്കെ. കുഴക്ക് മാറുകയും ചെയ്തു. ഞങ്ങൾ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായി. ഇന്ന് വന്നത് സൂപ്പറായി. അവർ കളിക്കുന്നിടത്തുനിന്ന് ഞങ്ങൾ കൂടെ പോകുന്നതാണേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ട്. ഇവിടെയൊക്കെ സൂപ്പറാണേ. കണ്ടോ ചോല? ഇതിന്റെ മുകളിലേക്ക് ചോലൊക്കെ ഉണ്ടോ? ഞമ്മക്ക് ഏതായാലും പോവാ. ഇനിയിപ്പോ മഴയൊക്കെ വരുന്നുണ്ട്. ഇനി
സമയം വരുന്നില്ലല്ലോ കാർമേക്കൊക്കെ പോയി ഇത്രയും നേരങ്ങൾ പോകണ്ടെന്നല്ല പറയുന്നത് ഇപ്പോഴോ. രണ്ടാളും കൂടി തല്ലുകൂടാണ് കേട്ടോ, കഴിഞ്ഞു തുടങ്ങിക്കണ്. അപ്പൊ ഓക്കേ കൂട്ടുകാരെ, എനിക്കിവിടുന്ന് പോവാനൊന്നും ഇഷ്ടമല്ല. എല്ലാവരും ക്ഷീണത്തിലൊക്കെയാണ്. പക്ഷെ എന്താ ഇപ്പൊ കാട്ടണേ, ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മഴയൊക്കെ വരുന്നുണ്ട്, ഇടിയൊക്കെ കണ്ടോ പൊട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ തുടങ്ങാണ്. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, പോയതൊക്കെ അടിപൊളിയായി. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണേ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ കുണ്ടുകൂടെ മലേൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കയറി വന്നത്. അപ്പോൾ കണ്ടോളൂ, ഇത്രയും ഹൈറ്റിൽ നിന്നാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ശ്രദ്ധിച്ചിറങ്ങി, കുഞ്ഞു കുട്ടികളെയൊക്കെ ചെക്കൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ഇറങ്ങുകയാണ്, കൈവിട്ടാ പോയി. അപ്പോൾ അക്കും ദൈവമൊക്കെ ഇറങ്ങി വരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് താഴത്തിലെത്തി. ആയിക്കോട്ടെ, ഇവരൊക്കെ ഞങ്ങളൊക്കെ താഴത്തെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ റബ്ബറും തോട്ടത്തിലെത്തി കഴിഞ്ഞു കൂട്ടുകാരെ. താഴത്തെത്തിട്ടോ, മലയിൽനിന്നൊക്കെ ഇറങ്ങി താഴത്തെത്തിട്ടോ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, മോൾ അടിപൊളിയാണ്. കണ്ടോ, ഈ മലേൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ റോട്ടിലെത്തിട്ടോ, വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ മല കഴിഞ്ഞു, പിന്നെ റബ്ബറും തോട്ടം കഴിഞ്ഞു. കണ്ടോ, അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റോട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് അങ്ങോട്ട് നടന്നാൽ വണ്ടി നിർത്തിയിട്ടുണ്ട്, അവിടേക്ക് പോവാണേ.